CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം റെഡ് വളണ്ടിയർ മാർച്ചോടെയും ബഹുജന റാലിയോടെയും സമാപിക്കും. 1,00,000 പേർ റാലിയിൽ അണിനിരക്കും. ഇന്നലെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ 2 മണിക്കൂർ ഗ്രൂപ്പ് ചർച്ചയും 5.5 മണിക്കൂർ പൊതുചർച്ചയും നടന്നതായി CPM നേതാക്കളായ KK ലതികയും KK ദിനേശനും മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ വലതുപക്ഷ ശക്തികൾ സംഘടിതമായി നീക്കം നടത്തുന്നതായും ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ശക്തിയായതായും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണന കേരളത്തിലെ ഒരു ദേശീയ പ്രശ്നമാണെന്നും ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ വേണ്ടത്ര ഉയർത്തി കാണിക്കുന്നില്ലെന്നും പാർട്ടി ചർച്ചയിൽ സജീവമായി ഉയർന്നുവന്നതായി ഇവർ പറഞ്ഞു. ഇന്നലെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ 2 മണിക്കൂർ ഗ്രൂപ്പ് ചർച്ചയും 5.5 മണിക്കൂർ പൊതുചർച്ചയും നടന്നു. 16 ഏരിയ കമ്മിറ്റികളിലെ പ്രതിനിധീകരിച്ച് 12 വനിതകൾ ഉൾപ്പെടെ 45 സഖാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്ററും മറുപടി പറഞ്ഞു. 3 കേന്ദ്രങ്ങളിൽ നിന്നായി 4 മണിക്ക് റെഡ് വളണ്ടിയർ മാർച്ച് പുറപ്പെടും. സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, TP രാമകൃഷ്ണൻ, PA മുഹമ്മദ് റിയാസ്, പുത്തലത്ത് ദിനേശൻ, P. മോഹൻ മാസ്റ്റർ എന്നിവർ സംസാരിക്കും. സമ്മേളനം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിനും കച്ചവടവൽക്കരിക്കുന്നതിനുമുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെയും മോദി സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെയും തരിശു പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ അംഗീകരിച്ചു. ഇന്നലെ ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ച് 2 മണിക്കൂർ ഗ്രൂപ്പ് ചർച്ച നടന്നു. ഗ്രൂപ്പ് ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ തലത്തിൽ പ്രതിനിധികൾ മാറിയിരുന്നുകൊണ്ട് ചർച്ച നടത്തുന്നത്. അത് കഴിഞ്ഞ് 5.5 മണിക്കൂറാണ് പൊതുചർച്ച നടന്നിരുന്നത്. 16 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 12 വനിതകൾ ഉൾപ്പെടെ 45 സഖാക്കളാണ് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൻ്റെ വിശദമായ വിവരം നിങ്ങൾക്ക് തന്ന കുറിപ്പിലുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി മോഹൻ മാഷ് മറുപടി പറയും. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറയും. പ്രകടനമില്ല. ഈ വടകര ഒഞ്ചിയം ഏരിയകൾ കേന്ദ്രീകരിച്ച് ആളുകൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ജില്ലാടിസ്ഥാനത്തിലുള്ള പങ്കാളിത്തം ഇതിലില്ല. പ്രധാനമായിട്ടും വടകരയും ഒഞ്ചിയുമാണ്. ചെറു പ്രകടനം. പിന്നെ നാദാപുരം കുന്നമ്മൽ ഭാഗത്ത് കുറച്ച് ആളുകളൊക്കെ വരും. പക്ഷെ കോട്ടയിട്ട് ഇത്ര ആൾ വരണം എന്നുള്ള നിർദ്ദേശവും നമ്മൾ കൊടുത്തിട്ടില്ല. മെയിൻ വളണ്ടിയർ മാർച്ചാണ്. ചർച്ചയിൽ ഒന്ന് ഗൗരവമായ ചർച്ച ചില വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുണ്ട്. അതൊന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ഈ വലതുപക്ഷ ശക്തികളുടെ സംഘടിതമായ നീക്കമാണ്. അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ തെരഞ്ഞെടുപ്പും ലാക്കാക്കിയുള്ള അത് വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായി സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ്. കേരളീയ സമൂഹമാകെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ആ വിഷയം സഖാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. രണ്ടാമത്, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ദേശീയ പ്രശ്നം. ആ നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഉയർത്തുന്നില്ല എന്ന ഒരു വിമർശനവും സമ്മേളനത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ലിങ്ക് റോഡ്, വടകര. വടകരയുടെ കനകവിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ. പണിക്കൂലിയിൽ 50% മുതൽ 75% വരെ ഡിസ്കൗണ്ട്.